ഡേയ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻ. നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സെയിൽ എന്ന് പറഞ്ഞാൽ ഡാമേജ് സെയിൽ. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണുന്ന ഐറ്റംസ് ഒന്നേ നമ്മൾ മാനുഫാക്ചറിന് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കും. കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് വരുന്നത്, എന്നിട്ടാണ് നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റിൽ വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ അത് കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്ട്സ് കിട്ടി ഒരു 3 to 4 ടൈംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളോട് പറയണം. നമ്മളത് മാനുഫാക്ചറിനെ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോ പ്രൊഡക്റ്റിൻ്റെയും വാഷ് കെയർ, അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എക്സാമ്പിൾ പറയാം. ഇതെന്ന് പറയുന്നത് ചന്തേരിയാണ്. മലായ് ചന്തേരി എന്ന് പറയുന്നത് പ്യുവർ സിൽക്കും ബ്ലെൻഡ് ചെയ്ത് തന്നെ, അതായത് പ്യുവർ സിൽക്കാണിത്, പ്യുവർ മലായ് ചന്തേരി ഫാബ്രിക്കാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്ന അത്രയും കെയർഫുള്ളായിട്ട്, അതായത് കെയർ കൊടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സാധനത്തിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് അത് കെയർ ചെയ്യേണ്ട രീതികൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ ഹാർഷായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. യൂസ് ചെയ്യുന്ന നമ്മളിങ്ങനെ ഇറുകി പിടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ കീറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സൈസൊക്കെ കൂട്ടിയെടുക്കുക. കുറച്ചൊരു റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ മൽച്ചന്തേരി പ്രൊഡക്ട്സ് വരുന്നത്. കാരണം ഇതുണ്ട്, ഇതൊരു എന്താ പറയുന്നത് പേപ്പർ ലൈക്ക് ഫാബ്രിക്കാണ്. അപ്പം അതിൻ്റെതായ ടെക്സ്ചറാണ്, അതായത് ഫൈൻ എന്നാ പറയുക ത്രെഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കെയർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെയാണ് കോട്ടൺസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ സെപ്പറേറ്റ് വാഷ് ചെയ്യുക, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക, ഷാമ്പു വാഷ് ചെയ്യുക, അല്ലെങ്കിൽ കളർ ഗാർഡ് ഉപയോഗിക്കാം. അതങ്ങനെ കോട്ടൻ്റെ. പിന്നെ അയൺ ചെയ്യുമ്പോൾ അത് കെയർഫുള്ളായിട്ട് ചെയ്യണം. ഈ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കെയറുകളൊന്നും വേണ്ടാത്തൊരു മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ജോർജറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയത്ത് നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ല. നല്ല പൊരിഞ്ഞ ചൂട് നമുക്ക് എടുക്കും ജോർജറ്റ് ഇടും. പക്ഷേ വലിയ കെയറുകളൊന്നും വേണ്ട. കളർ ബ്ലീഡിങ്ങും ഷ്രിങ്കേജും ഒന്നും വരാത്തത് ജോർജറ്റാണ്. റേറ്റും താരതമ്യേന ജോർജറ്റിന് കുറവാണ്. ബാക്കി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് കെയർ തന്നെ കൊടുക്കണം. അതെല്ലാം നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫാബ്രിക് വരുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരി കെയർ എപ്പോഴും നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ അടുത്തു നിന്ന് എവിടെ നിന്ന് എടുത്താലും നിങ്ങൾ അതിൻ്റെ കെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കി ഉപയോഗിച്ച് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഡാമേജ് സൈഡിലേക്ക് പോവാം. ഫസ്റ്റ് കൊണ്ടുവരുന്ന ഡാമേജ് ഇതാ ഇങ്ങനെയാണേ. ഒന്നുമില്ല, ചെറിയൊരു അടുപ്പ് കയറി പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് അഴിച്ചു വിട്ടേച്ചാൽ മതി. 3 പീസ് കളക്ഷനാണ്. സൈഡ് സിറ്റഡ് ആണ്, സ്ട്രൈറ്റ് കട്ടാണ്. ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. ബോട്ടത്തിന് യാതൊരു കംപ്ലയിൻസും വരുന്നില്ല, ദുപ്പട്ടയ്ക്കും കംപ്ലയിൻറ്റുകളൊന്നുമില്ല. ടോപ്പിൻ്റെ കൈയുടെ അവിടെ ചെറിയൊരു പിടുത്തം പോലെ വന്നതേ ഉള്ളൂ. ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. സിംഗിൾ പീസസ് ആണ് ഡാമേജ് സെയിലെ എല്ലാ ഐറ്റംസും. ഓഫർ വരുന്നത് 899 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ദുപ്പട്ടയിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ഉണ്ട്. വേറെ ടോപ്പിനോ ബോട്ടത്തിനോ കംപ്ലയിൻസ് ഒന്നുമില്ല. ഇതാ ഇങ്ങനെ ഒരു കീറലുണ്ട് ദുപ്പട്ടയ്ക്ക് കേട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടിയടിച്ച് കറക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. വലിയ ദുപ്പട്ടയാണ്. പിന്നെ ടോപ്പിന് യാതൊരു കംപ്ലയിൻസും ഇല്ല. ഇക്കത്ത് പ്രിൻറ്റിങ്, സൈഡ് സെറ്റഡ് സ്ട്രൈറ്റ് കട്ട്, ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇനി ദുപ്പട്ട ഇല്ലാതെ ടോപ്പ് ആൻഡ് ബോട്ടം മാത്രമായിട്ട് ഉപയോഗിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യാം. ഓഫർ വരുന്നത് 899. നമ്മൾ ഡാമേജ് സെയിലിൽ തരുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മൾ മേടിച്ച റേറ്റിലും താഴ്ന്ന റേറ്റിലായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ കൂട്ടിയടിപ്പാണ്. ഇത് ചെറിയൊരു കൂട്ടിയടിപ്പ്, ഒന്നും പിടികിട്ടത്തില്ലാത്ത രീതിയിലുള്ള ഒരടിപ്പാണ്. ഇത് അത് മനസ്സിലാകത്തൊന്നുമില്ല കേട്ടോ. കൂട്ടിയടിക്കുന്ന സാധനങ്ങൾ ജോയിൻറ്റ് വരുന്നൊന്നും അങ്ങനെ പിടികിട്ടത്തില്ല. സൈഡ് സെറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ടാണ്, വി നെക്കാണ്, റണ്ണിങ് സ്റ്റിച്ചസ് ആണ്. ബോട്ടത്തിന് യാതൊരു കംപ്ലയിൻസും വരുന്നില്ല, ചെറിയൊരു ഇഷ്യൂ ഉള്ളൂ. ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്തോളൂ. ഓഫർ വരുന്നത് 699. നെക്സ്റ്റ് വൺ സൈഡിലൊരു എന്നാ പറയുന്നത്, ഇതെന്നാണ് പറയുന്നത്, സ്റ്റിച്ച് വിട്ടു. സ്റ്റിച്ച് വിട്ടുപോയതാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്, ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. എ ലൈൻ മോഡലിൽ സൈഡ് സെറ്റഡ്, സെൻറ്ററിൽ പ്ലീറ്റോട് കൂടിയ ഐറ്റം. ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കാണ്. നല്ല ഒരു ലാവൻഡർ ഷെയ്ഡ്, വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റ്. ഓഫർ പ്രൈസ് വരുന്നത് 699. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള മലായ് ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഐറ്റമാണ്. കളറൊന്നും വീഡിയോയിൽ ശരിക്കും കിട്ടത്തില്ല കേട്ടോ. നല്ല പർപ്പിളിഷ് വൈൻ ഷെയ്ഡ്. സെൻറ്റർ പോർഷനിൽ കൂടെ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായി. ഒരു കയ്യിൽ എംബ്രോയ്ഡറി ഉണ്ട്, ഒരു കയ്യിൽ എംബ്രോയ്ഡറി ഇല്ല. അപ്പം അത് മാത്രമാണ് ഇതിനൊരു പ്രശ്നം വന്ന്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്.
ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്തോളൂ. 699 ഫ്രീ. വരുന്നതും കുഞ്ഞിഷ്യൂ ആണ്. ബാക്കിൽ കൂട്ടിയടിപ്പാണ്. ഈ കൂട്ടിയടിപ്പ് വരുന്ന പിന്നെ വലിയ തരത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് നല്ല വൃത്തിക്കായിരിക്കുന്നത്, ഒന്നും മനസ്സിലാവത്തില്ല. എലൈൻ മോഡലാണ്, സൈഡ് സെറ്റഡ് ആണ്, ഫ്രണ്ടിൽ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം പീസ് വരുന്നത് സെയിം ഫാബ്രിക് ക്വാളിറ്റി തന്നെയാണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് 699. നമുക്കിതൊക്കെ ലോസാണ്. പക്ഷേ ചെറിയ ചെറിയ ഇഷ്യൂ നമുക്ക് ടൈമിൽ അയക്കാൻ പറ്റാതൊക്കെ വരുമ്പോൾ വരുന്ന കേട്ടോ. ഇതാ ഇവിടെ ഒരു ചെറിയ ഒരു അടിപ്പിട്ട് കൊടുത്തേച്ചാൽ മതി. കുഞ്ഞൊരു സ്റ്റിച്ച് വിട്ടുപോയതാണ്. സൈഡ് സ്റ്റിറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ട് ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല കളറാണ് കേട്ടോ, ഡാർക്ക് ഇങ്ക് ബ്ലൂ ഷെയ്ഡ്. ഡോരീസ് ഉണ്ട്, ഫ്രണ്ടിൽ പടി, ബാക്കിൽ ഇലാസ്റ്റിക്, വൺ സൈഡ് പോക്കറ്റ്. നല്ല ഐറ്റം ആയിരുന്നു, എനിക്കിഷ്ടമാണിത്. വെർട്ടിക്കൻ കോട്ടൺ, സോഫ്റ്റ് ആണ്. ഓഫർ വരുന്നത് 779, 779. ചേച്ചി ഇതിന്റെ പോലെ തന്നെ അത് ഓർമ്മയോടെ ഉണ്ട്. ഇത് അതുപോലെ തന്നെയൊക്കെയാ പറയാം. നെക്സ്റ്റ് വേണം ഒരു അടുപ്പ് കയറി പിടിച്ചേക്കുന്ന കേട്ടോ. ഇത് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല, ഇങ്ങനെ നിന്നോട്ട് അറിയത്തുമില്ല. എ ലൈൻ മോഡലാണ്, ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട്. സെൻറ്ററിൽ പടി വിത്ത് ബട്ടൺ, കോളർ നെക്ക്, വെർട്ടിക്കൻ സിൽക്കാണ് ഫാബ്രിക്. ഫ്രണ്ടിൽ പടി, ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് വൺ സൈഡ് പോക്കറ്റുള്ള ബോട്ടം. ടോപ്പ് ആൻഡ് ബോട്ടം നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ചിഷ് പിങ്ക് ഷെയ്ഡ്. ഓഫർ വരുന്നത് 749 ഫ്രീ ഷിപ്പിംഗ്. വരുന്ന ഒരു കുഞ്ഞ് കീറൽ പോലെ വന്നിട്ടുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. വെർട്ടിക്കൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. സൈഡ് സിറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ട് ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബോത്ത് സൈഡ് ഇലാസ്റ്റിക്കോട് കൂടിയ ബോട്ടം. ടോപ്പ് ആൻഡ് ബോട്ടം, വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഓക്കെ ആണെങ്കിൽ എടുത്തോളും, മനസ്സിലാകത്തൊന്നുമില്ല, കറക്ഷൻ ചെയ്യാൻ ഇഷ്യൂള്ളൂ. ഓഫർ വരുന്നത് 690 ഫ്രീ ഷിപ്പിംഗ്. ഇത് ഒരു കുഞ്ഞടിപ്പിട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ടൈലറിങ് അറിയാം, സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഇങ്ങനൊരു അടിപ്പ് കൊടുത്തേച്ചാൽ മതി. ഇത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മലായ് ചന്തേരി ഫാബ്രിക്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടതേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ പ്ലേറ്റ്സ് ആണ്, സൈഡ് എ ലൈൻ മോഡലാണ്. ബോത്ത് സൈഡിൽ സ്ലീവ്സിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ എടുത്തോളൂ. 740 ഫ്രീ ഷിപ്പിംഗ്. ഒറ്റ അടിപ്പിട്ടാച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടത്തിൽ ചെറിയൊരു സ്ക്രാച്ച് പോലുണ്ട്. അതായത് ടോപ്പിന് പ്രശ്നങ്ങളൊന്നുമില്ല. ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡ് ആയിട്ട്, സ്ട്രേറ്റ് കട്ട് ആയിട്ട്, നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡ്. ബോട്ടത്തിലാണ് ചെറിയൊരു സ്ക്രാച്ച് വന്നേക്കുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം. ഈ ഇഷ്യൂ വന്നുകൊണ്ട് ഓഫർ 740 ഫ്രീ ഷിപ്പിംഗ്. നമ്മുടെ അകത്തോട്ട് പോകുന്ന പാൻറ്റിലൊരു അടിപ്പ് വിട്ടു പോയിട്ടുണ്ട്, കൂട്ടി അടിച്ചാൽ മതി. വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടതേ ഉള്ളൂ കേട്ടോ. മെറ്റീരിയൽ വരുന്നത് ഹെവി റയോൺ വിത്ത് കോട്ടൺ ആണ്. സൈഡ് സെറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ട് ആണ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ്. യോക്കിലേക്ക് നല്ല ഒരു ഫ്ലോറ് എംബ്രോയ്ഡറി ഉണ്ട്. ടോപ്പിൻ്റെ എൻഡിലേക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. നല്ല ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. ഓക്കെ ആണെങ്കിൽ എടുത്തോളൂ. ഒറ്റ അടിപ്പിട്ടാൽ മതി. 779 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷോളിൽ വലിച്ചിൽ വന്നതാണേ. ഇതാ ഇങ്ങനെ വരും. അതിങ്ങനത്തെ ഒരു പ്രിൻ്റ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ. ഇതാണ് ഫുൾ വ്യൂ വരുന്നത് ദുപ്പട്ടയുടെ. അല്ലാതെ വേറെ ടോപ്പിനും ബോട്ടത്തിനും പ്രശ്നങ്ങളൊന്നുമില്ല. ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ട് ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോട്ടത്തിനും ഒരു കംപ്ലൈൻറ്റ് ഇല്ല. ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് യൂസ് ചെയ്യാം. 899 ഫ്രീ ഷിപ്പിംഗ്. ഷോളിൽ വലിച്ചിൽ വന്നതാണ്. ഇതാ ഇങ്ങനെ ഇരിക്കും. ടോപ്പിനും ബോട്ടത്തിനും കംപ്ലൈൻസ് ഇല്ല. ദുപ്പട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ. സൈഡ് സെറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ട് ആണ്. ഇട്ട ഉടനെ സ്റ്റോക്ക് ഔട്ട് ആയതാണ്. അങ്കരക്ക മോഡലിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം പീസ് വരുന്നതും സെയിം ഫാബ്രിക് ക്വാളിറ്റി. ദുപ്പട്ടയിൽ മാത്രം വലിച്ചിട്ടുണ്ട്. ഓഫർ വരുന്നത് 899. നെക്സ്റ്റ് ഒരു ചെറിയ ഇത് കണ്ടോ, ഈ ഒരു കറയാണേ. ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് വാഷ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതുണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ചെറിയൊരു കറയൊക്കെ ഉള്ളൂ. അത് നമ്മളിങ്ങനെ ചുരുട്ടി ഇടുന്നവരാണെങ്കിൽ ആ കറ എവിടെ ഉണ്ടെന്ന് ആരും അറിയാൻ പോകുന്നില്ല. ബോട്ടം ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. സൈഡ് സെറ്റാണ്, സ്ട്രേറ്റ് കട്ടാണ്. കുഞ്ഞൊരു പോട്ട്ലി ബട്ടനൊക്കെ കൊടുത്ത് വീനൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ്. ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. ഓഫർ വരുന്നത് 859 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വേണ്ട ഒരു കറയാണേ. നല്ല ഗ്രീൻ ഷെയ്ഡ്, നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ലൈറ്റ് ഉള്ളതുകൊണ്ട് ലൈറ്റർ ഗ്രീൻ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ കരിമ്പച്ച കളറാണ്. സൈഡ് സെറ്റഡ് ആണ്, സ്ട്രേറ്റ് കട്ട് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സ്ലീവ്സിലേക്കും ബോഡി പോർഷൻ്റെ ഫ്രണ്ട് സൈഡിലേക്കും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറീസ് ആണ്. പ്രിൻസസ് കട്ടാണ്, 3 പീസ് പാനലാണ്. ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇത് നല്ലൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. അത് വെർട്ടിക്കൻ കോട്ടൺ ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഓഫർ വരുന്നത് 699. നെക്സ്റ്റ് വൺ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ടോപ്പിൻ്റെ ഈ ഇവിടെ ഒരു ജോയിൻറ്റ് പോലെ കൊടുത്തിട്ടുമുണ്ട്.
ലെങ്തും കുറവ്. അപ്പോൾ ലെങ്ത് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് ഓക്കെയാണ്. ഇപ്പോൾ എന്നെപ്പോലെ പൊക്കമുള്ളവർക്കൊക്കെ ഈ ഒരു 43 ലെങ്ത് പറ്റുകയില്ല. പൊക്കം കുറഞ്ഞവർക്ക് ഓക്കെയാണ്. ഫ്രണ്ടിൽ പടി, ബാക്കിൽ ഇലാസ്റ്റിക്, വൺ സൈഡ് പോക്കറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം. ഇതാണ് ലെങ്ത് വരുന്നത്. ഓഫർ പ്രൈസ് വരുന്നത് 690. അടിപ്പാണേ ഇത്. ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാകത്തൊന്നുമില്ല. നല്ലതായിരുന്നു കേട്ടോ. സൈഡ് സെറ്റഡ് ആണ്, സ്ട്രൈറ്റ് കട്ടാണ്, ഹൈ കോളർ നെക്കാണ്. ടോപ്പ് ആൻഡ് ബോട്ടം നല്ല ഒറിജിനൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് സാങ്കിനേരിയ പ്രിന്റ് ആണ്. ഓഫർ വരുന്നത് 699. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു ഡാമേജ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഫ്രണ്ടിനേക്കാൾ ബാക്കിനെ വെച്ച് അതായത് ബാക്ക് ഫാബ് കാണിച്ചു തരാം. അത് എങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതുണ്ട്, ചെറിയായിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോഴും അതങ്ങനെ മനസ്സിലാവത്തില്ല. ഇത് ഫ്രണ്ടിലല്ലേ ഇട കൂടുതൽ. ഫ്രണ്ടിൽ ഫാബ്രിക് ഇച്ചിരി കൂടുതലുണ്ട്, ബാക്കിൽ 2 ഇഞ്ച് കുറവുണ്ട്. അതാണ് അത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്, അല്ലാതെ നമ്മളിത് വെയർ ചെയ്യുമ്പോൾ മനസ്സിലാവുകയില്ല കേട്ടോ. ടോപ്പ് ആൻഡ് ബോട്ടം ആണ്, പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്. എ-ലൈൻ മോഡൽ, സൈഡ് സെറ്റഡ്, ഫ്രണ്ടിൽ പിൻടെക്സ്. ബോട്ടം പീസ് അവൈലബിൾ ആണ്. ഓക്കെ ആണെങ്കിൽ എടുക്കാവുള്ളൂ. ഓഫർ വരുന്നത് 740. നെക്സ്റ്റ് വൺ വരുന്നത് വൺ സൈഡിൽ പ്രിന്റ് ഇല്ലാതെ വന്നു എന്നുള്ള ഒറ്റ കംപ്ലൈൻറ്റേ ഉള്ളൂ. പ്രിന്റ് അല്ല, എംബ്രോയിഡറി. വൺ സ്ലീവിലാണ് എംബ്രോയിഡറി ഉള്ളത്. എ-ലൈൻ മോഡൽ, നല്ലൊരു കളറാണ് കേട്ടോ. ഒരു ഗ്രേ പോയിന്റ് കളറാണ്. 3 പീസ് പാനൽ. ഫ്രണ്ട് പാനലിൽ സെൻറ്റർ പാനലിലാണ് എംബ്രോയിഡറി ഉള്ളത്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. 845 പ്രൊഡക്റ്റ്. ഒരു സൈഡ് എംബ്രോയിഡറി ഇല്ലാത്തതുകൊണ്ട് ഓഫർ 690. നെക്സ്റ്റ് വൺ നമ്മുടെ, അതായത് ഞാൻ ചുമ്മാ പറഞ്ഞൊന്നും അല്ലായിരുന്നു, 1000 എബോ റേറ്റ് ഹോൾസെയിലുള്ള പ്യോർ മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ഫുള്ളി സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്ത് വന്ന നമ്മുടെ ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. അപ്പോൾ അതിനകത്ത് അത്രയൊക്കെ റേറ്റ് വരുന്ന ഒരു ഐറ്റം നമുക്കൊരു ഡാമേജ് കണ്ടോ കസ്റ്റമറിന് അയക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞൊരു ഇഷ്യൂ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ പോക്കറ്റിനൊരു കീറലുണ്ട്. ഈ കീറൽ ഇത് പ്രശ്നമൊന്നുമില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ ഒറ്റ അടി പഠിച്ചാൽ മതി. ഇങ്ങനെ ഒരൊറ്റ അടി പഠിച്ചാൽ ആ ഇഷ്യൂ സോൾവ് ആകും. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതാണ് ബോട്ടം പീസ് വരുന്നത്. ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രെയിറ്റ് കട്ട്, ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടോപ്പ്. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇത് പ്രീമിയം ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന്, എനിക്ക് തോന്നുന്നു യൂട്യൂബ്സിലൊക്കെ ഉണ്ട്. 899, 999 റേറ്റ് ഒക്കെ ഉണ്ട്. 1000 എബോ റേറ്റ് ഹോൾസെയിലിൽ കൊടുത്തവരുമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓഫർ പ്രൈസ് വരുന്നത് 690, ഫ്രീ ഷിപ്പിംഗ്. റെഡ് മിസ്സിങ് ആണെന്നേ ഉള്ളൂ. അത് ബോട്ടത്തിലാട്ടോ, ഒന്നും പിടി കിട്ടത്തൊന്നുമില്ല. ഇതാ ഇവിടെ കണ്ടല്ലോ അല്ലേ. അത് എംബ്രോയിഡറി അടിപ്പിച്ചപ്പം അടിക്കാതെ വന്നെന്നുള്ളതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടോപ്പിന് കംപ്ലയിൻസ് ഒന്നുമില്ല കേട്ടോ. സൈഡ് സെറ്റഡ് സ്ട്രൈറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം. നല്ല ഓഫറാണ്, മിസ് ചെയ്യില്ല. 690ക്ക് ടോപ്പ് ആൻഡ് ബോട്ടം. ഇത് മൽ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. 690, ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഓഫർ സെയിൽ, അതായത് ഡാമേജ് സെയിൽ എല്ലാം കുഞ്ഞു ഇഷ്യൂസേ ഉള്ളൂ. അത് നമ്മൾ വാങ്ങിയ റേറ്റിലും താഴ്ന്ന റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിങ് 8:30 PM പുതിയ കളക്ഷൻസ് ആയിട്ട് കാണാം. നിങ്ങളുടെ വലിയ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഇനിയിപ്പം ഇന്നല്ലേടാ ഫ്രൈഡേ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ 8:30 PM വീഡിയോയോടുകൂടി നമ്മുടെ ഗിവ് അവേ ടൈം അവസാനിക്കുകയാണ്. ഗൂഗിൾ റിവ്യൂസ് എഴുതിയവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 3 പേർക്ക് 1000 rupees ക്യാഷ് പ്രൈസ്. കമൻറ്റ് സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 3 പേർക്ക് നമ്മുടെ കുർത്തീസും ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. നിങ്ങൾ ആഫ്റ്റർ കെയർ, അതായത് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതിന് എന്തെങ്കിലും എക്സ്ട്രാ കെയർ ചെയ്യണമെന്ന് അറിയില്ലാത്തവരും നമ്മളോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. കസ്റ്റമർ കെയർ നമ്പറിലോട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാച്ചാൽ മതി, നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ബെർലിൻ ഫാബ്രിക്, മലായി ചന്തേരി, മൽ കോട്ടൺ, പ്യുവർ കോട്ടൺ, ഇതൊക്കെ കെയർ ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.